الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലസീന ആമനുസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. വിശ്വസിച്ചവരെ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിളിക്ക് ഉത്തരം നൽകുക, നിങ്ങളെ ജീവിപ്പിക്കുന്നതിനായി വിളിക്കുമ്പോൾ. അല്ലാഹു തആല തന്റെ പ്രവാചകന്മാരെ ജീവിതം നൽകാനാണ് അയക്കുന്നത്. വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് അവരുടെ മൃതാവസ്ഥയെ ജീവിതം നൽകി സംരക്ഷിക്കാനാണ് വരുന്നത്. വിശുദ്ധ ഖുർആന്റെ ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത് അത് ആത്മീയ ജീവിതമാണെന്നാണ്. ഭൗതികമായ മരണത്തിൽ നിന്നുള്ള ജീവിതമല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു നിത്യസത്യം കൂടി വെളിപ്പെടുത്തുകയാണ്. വിശ്വാസിക്ക് എപ്പോഴും പ്രവാചകന്റെ വിളിക്ക് ഉത്തരം നൽകി തന്റെ ഇസ്ലാഹിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമ്മുടെ ജീവിതത്തിനുള്ള സംവിധാനം ഒരുക്കി. സമ്പൂർണവും സമഗ്രവുമായ ഒരു ശരീഅത്ത് വിശുദ്ധ ഖുർആൻ എന്ന രൂപത്തിൽ നൽകി. ഇതനുസരിച്ച് പ്രവർത്തിക്കുന്ന സമ്പൂർണ്ണ മാതൃകയായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തുള്ളവർ ഇത് മനസ്സിലാക്കിയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം എത്ര കണ്ട് ഓരോരുത്തരും കരസ്ഥമാക്കുന്നുവോ അവർക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുടെ ഭംഗി വളരെ തെളിമയാർന്ന രീതിയിൽ പ്രകടമായിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിമാർ അദ്ദേഹത്തിന്റെ ഉത്തമ മാതൃകയുടെ സാക്ഷികളാകേണ്ടതായിരുന്നു. അവർ സാക്ഷികൾ ആവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു ചോദ്യകർത്താവ് ചോദിച്ചപ്പോൾ, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്, കാന ഖുലുഖുൽ ഖുർആൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നു. വിശുദ്ധ ഖുർആനിലുള്ളതിന്റെ പ്രവർത്തന രൂപമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ പ്രവാചകന്മാരുടെ വ്യക്തിത്വം ലോകത്തിന് മാതൃകയായിരിക്കും. അവരുടെ വ്യക്തിത്വം മുഖേനയോ മാതൃക മുഖേനയോ ആർക്കെങ്കിലും വഴിതെറ്റുമോ എന്ന ചോദ്യം തന്നെ ഉദിക്കുന്നില്ല. ഈ ആയത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നത് തന്നെയാണ് റസൂൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും. ആത്മീയ ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ
കണ്ണടച്ചുകൊണ്ട് പ്രവാചകനെ പിന്തുടരുക, അദ്ദേഹത്തെ പിൻപറ്റുക, അദ്ദേഹത്തിന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റൽ അനിവാര്യമാണ്. അള്ളാഹുവിന്റെ സ്നേഹവും മുഖേനയാണ് ആത്മീയ ജീവിതം ലഭിക്കുന്നത്. അതിനാൽ യഥാർത്ഥ ആത്മീയ ജീവിതത്തിനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്ക് ഉത്തരം നൽകേണ്ടത് അനിവാര്യമാണ്. മുസ്ലിം എന്ന് പറയുന്ന വ്യക്തി ശരിയായ അർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞ ഈ വാക്കുകളിൽ പറഞ്ഞ, അതായത് ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്, എന്നെ പിൻപറ്റുക, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ് എന്നത് അനുസരിക്കുന്നില്ലയോ, അതുവരെ ഒരു വിശ്വാസി എന്ന് പറയുന്നവൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പിൻപറ്റുന്നവനായി തീരുകയില്ല, യഥാർത്ഥ വിശ്വാസിയാണെന്നും പറയപ്പെടുകയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നതിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയ ഗ്രന്ഥം ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആന്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, ഏതെങ്കിലും സമൂഹത്തോടുള്ള ശത്രുത നിങ്ങളെ അനീതി ചെയ്യുന്നതിൽ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ തന്നെയാണ് പറയുന്നത്, അന്യായമായ രീതിയിൽ ആരുടെയും രക്തം ചിന്തരുത് എന്ന്. സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റാനും പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ആലമീനാണെന്ന് പറയുന്നതും വിശുദ്ധ ഖുർആനാണ്. മതജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അദ്ദേഹം കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. റഹ്മാനിയത്ത് ആവശ്യപ്പെടുന്നത് വിവേചനം പാടില്ല എന്നാണ്. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതനുസരിച്ച് ഇതിൽ എല്ലാ രീതിയിലുമുള്ള മാർഗനിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ചുരുക്കത്തിൽ ഇക്കാലത്തെ മുസ്ലിങ്ങളുടെ തെറ്റായ പ്രവർത്തനം കണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന അമുസ്ലിങ്ങൾക്കും ആക്ഷേപകർക്കും വിശുദ്ധ ഖുർആൻ മറുപടി നൽകുന്നു. അവർ ആക്ഷേപിക്കുന്നത്, നിങ്ങൾ പറയുന്നത് ഈ പ്രവാചകൻ ജീവൻ നൽകാനാണ് വന്നത് എന്നല്ലേ പറയുന്നത്, എന്നാൽ ഈ കാണുന്ന ജീവിതം നൽകാനാണോ നിങ്ങളുടെ പ്രവാചകനും മതവും വന്നത്? പ്രവാചകന്മാർ ജീവിതം നൽകുന്നു, എന്നാൽ മുസ്ലിങ്ങളുടെ പ്രവർത്തനവും മരവിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇവർ മനുഷ്യ ജീവിതത്തെ ഹോമിക്കാനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിഷ്കളങ്കരും വിധവകളും വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നോട് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. പലപ്പോഴും എന്നോടും അഹ്മദികളോടും ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി. അവർക്ക് നൽകുന്ന മറുപടി ഇതാണ്: നിങ്ങളുടെ ഈ ആക്ഷേപത്തിനുള്ള മറുപടി അള്ളാഹുവും അവന്റെ റസൂലും ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പേ നൽകിയിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅയിൽ ഈ ആയത്തുകളിൽ അള്ളാഹു അതിന് മറുപടി നൽകുന്നു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം വഹുവൽ അസീസുൽ ഹകീം. അവനത്ര അക്ഷരജ്ഞാനമില്ലാത്ത ആ ജനതയിൽ അവരിൽ നിന്നുള്ള ഒരു ദൂതനെ എഴുന്നേൽപ്പിച്ചിട്ടുള്ളത്. ആ ദൂതൻ അവന്റെ വചനങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും അവർക്ക് ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനു മുമ്പ് അവർ സ്പഷ്ടമായ വഴികേടിലായിരുന്നു. അവരോടൊപ്പം ഇതേവരെ ചേർന്നിട്ടില്ലാത്ത അവരിൽ നിന്നുള്ള മറ്റൊരു ജനതയിലും അവൻ ദൂതനെ എഴുന്നേൽപ്പിക്കുന്നതാണ്.
അവൻ പ്രതാപവാനും അഗാധജ്ഞനുമാകുന്നു. बस അതുകൊണ്ട് जहालत और गुमराही है. ഇക്കാലത്ത് മുസ്ലിങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും अगर इस वक्त जो मुसलमान വെളിവാകുന്ന അജ്ഞതയും വഴികേടും जो हजरत മുമ്പുണ്ടായിരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന ആ വഴികേടും അജ്ഞതയുമാണ്. और असल അത് ദൂരീകരിക്കാനും जिंदगी बख्श ശരിയായ पैगाम देने के लिए अल्लाह ताला ജീവിത സന്ദേശം हजरत നൽകാനുമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചത്. बख्श पैगाम जो है ഇപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ജീവൻ നൽകുന്ന സന്ദേശം अल्लाह ताला പ്രചരിപ്പിക്കാനായി അള്ളാഹു തആല ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയക്കുകയുണ്ടായി. मसीह इस्लाम की बैत ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്ന് जमात अहमदिया मुस्लिमा അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് पैगाम पहुंचा रही है और उसकी जिम्मेदारी है. ഈ സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എത്തിക്കൽ അവരുടെ കടമയാണ്. ये भी वादे फरमाती है ഇതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം इन हालात ഇന്നത്തെ അവസ്ഥയും के बारे में ആളുകളുടെ അവസ്ഥയും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്ന പണ്ഡിതന്മാരുടെ അവസ്ഥ പറഞ്ഞു. जो उलमा അവർ ആകാശത്തിന് കീഴിൽ ഏറ്റവും നികൃഷ്ട ജീവികളായിരിക്കുമെന്ന്. और फसाद ഇവരാണ് പണ്ഡിതരായി ചമഞ്ഞു നടക്കുന്നത്. ഫിത്നകളുടെയും കുഴപ്പങ്ങളുടെയും വാസസ്ഥലമായി ഇക്കൂട്ടർ മാറുന്നതാണ്. अल्लाह ताला की तरफ से അങ്ങനെയുള്ള കാലത്താണ് इसी मौत का വാഗ്ദത്ത മസീഹ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങുക. അദ്ദേഹം ജീവൻ നൽകുന്നതാണ്. हम देखते हैं ഇതേ രീതിയിൽ आपने ये दावा किया कि मैं വാഗ്ദത്ത മസീഹ് വന്നുകൊണ്ട് പറഞ്ഞത് ഞാൻ ജീവൻ നൽകാനാണ് വന്നത് എന്നാണ്. भाई അദ്ദേഹത്തെ അംഗീകരിച്ചവർ ഈ ജീവൻ കരസ്ഥമാക്കി. कि क्या അതിനാൽ ये रसूल है जिंदगी देने ഈ പ്രവാചകൻ खत्म हो जाता ജീവൻ നൽകുന്ന പ്രവാചകനാണോ എന്ന ആക്ഷേപം पहली फरमाती ഇത് മുഖേന ഇല്ലാതെയാകുന്നു. അള്ളാഹു അവന്റെ പ്രവാചകന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമെന്ന്. ഈ സന്ദേശം ജീവൻ നൽകുന്നതാണ്. ഈ പ്രവാചകൻ ജീവൻ നൽകുന്നവനാണ്. ഖിയാമത്ത് വരെ അദ്ദേഹം ജീവൻ നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും അദ്ദേഹത്തെ പിൻപറ്റുന്നവരും ഉണ്ടാകില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ തിരുനബിയെ പൂർണ്ണമായും പിൻപറ്റുന്ന इस्लाम അനുപദം അനുഗമിക്കുന്ന വാഗ്ദത്ത മസീഹിനെ അള്ളാഹു അയക്കുന്നതാണ്. के आखिरीन में ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം എന്ന ആയത്തിന്റെ അർത്ഥം ഇതാണ്: പരിപൂർണ വഴികേടിന് ശേഷം ഹിദായത്തും ഹിക്മത്തും കരസ്ഥമാക്കുന്നവരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുജ്സത്തുകളും ബർക്കത്തുകളും എപ്പോഴും കാണുന്നവരും രണ്ട് വിഭാഗം ആളുകാരായിരിക്കും. ഒന്നാമത്തേത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് ശക്തമായ അന്ധകാരത്തിലായിരുന്നു. से उन्होंने പിന്നീട് പ്രവാചക കാലഘട്ടം അവർ പ്രാപിക്കുകയും अपनी आंखों से മുജ്സത്തുകൾ സ്വന്തം ദൃഷ്ടികളെ കൊണ്ട് ദർശിക്കുകയും ചെയ്തു. പ്രവചനങ്ങൾ നേരിട്ട് കണ്ടു. യഖീൻ അവരിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാക്കി. അങ്ങനെ അവർ റൂഹായി മാറി. രണ്ടാമത്തെ വിഭാഗം सहाबा की मानंद हैं ആളുകൾ मसीह मौत का ग्रोह മുൻ ആയത്തിൽ പറഞ്ഞ പ്രകാരം സഹാബാക്കളെ പോലെയുള്ളവരാണ്. അത് വാഗ്ദത്ത മസീഹിന്റെ വിഭാഗമാണ്. കാരണം और तारीकी ഈ വിഭാഗവും സഹാബാക്കളെ പോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുജ്സത്തുകളെ കാണുന്നവരാണ്. അന്ധകാരത്തിനും വഴികേടിനു ശേഷം ഹിദായത്ത് കരസ്ഥമാക്കുന്നവരുമാണ്. ആഖിരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം എന്ന ആയത്തിൽ ഇവരെ മിൻഹും എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കളുടെ ആ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുജ്സത്തുകൾ നേരിട്ട് കാണുകയുണ്ടായി, പ്രവചനങ്ങൾ ദർശിക്കുകയുണ്ടായി. അതേപോലെ അവരും കാണുന്നതാണ്. ഇടയിലുള്ള കാലത്തുള്ളവർക്ക് ഈ അനുഗ്രഹത്തിൽ നിന്നും പൂർണ്ണമായ ഭാഗം ലഭിക്കുന്നതല്ല. ഇതനുസരിച്ച് ഇപ്പോൾ സംഭവിച്ചതും ഇതുപോലെ തന്നെയാണ്. 1300 വർഷത്തിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുജ്സത്തിന്റെ കവാടം തുറക്കപ്പെടുകയുണ്ടായി. ജനങ്ങൾ मुशाहिदा किया फिर आप സ്വന്തം കണ്ണുകളെ കൊണ്ട് കാണുകയുണ്ടായി. പറയുന്നു, പ്ലേഗ് പരക്കൽ, ഹജ്ജ് തടയപ്പെടൽ सब ने എന്നിവയെല്ലാം എല്ലാവരും നേരിട്ട് കണ്ടതല്ലേ? तैयार होना നാട്ടിൽ റെയിൽവേ തുടങ്ങിയതും ये तमाम ഒട്ടകങ്ങളെ ഉപേക്ഷിക്കപ്പെട്ടതും എല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുജ്സത്തുകളായിരുന്നു. അതെല്ലാം ഇക്കാലത്ത് നേരിട്ട് കാണുകയുണ്ടായി.
സഹാബാക്കൾ ആദ്യകാലത്ത് നേരിട്ട് മുജ്സത്തുകൾ കണ്ടതുപോലെ. ഇത് കാരണമാണ് അള്ളാഹു ഈ അവസാന വിഭാഗത്തെ മിൻഹും എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ മുജ്സത്തുകൾ ദർശിക്കുന്ന കാര്യത്തിൽ ഇവരും സഹാബാക്കളുമായി ചേർന്നവരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ചിന്തിച്ചു നോക്കൂ, 1300 വർഷത്തിന് ശേഷം പ്രവാചക മാർഗത്തിലുള്ള ഈ മാർഗം മറ്റാർക്കാണ് ലഭിച്ചത്? ജമാഅത്ത് രൂപീകരിക്കപ്പെട്ട ഇക്കാലത്ത് പല നിലക്കും ഈ ജമാഅത്ത് സഹാബാക്കളുമായി താദാത്മ്യം പുലർത്തുന്നവരാണ്. അവർ മുജ്സത്തുകളെയും അടയാളങ്ങളെയും നേരിൽ കാണുന്നു, സഹാബാക്കൾ ദർശിച്ചതുപോലെ. അള്ളാഹുവിന്റെ അടയാളങ്ങളും പുതിയതായ സഹായങ്ങളും കൊണ്ട് പ്രകാശവും ദൃഢജ്ഞാനവും കൈവരിക്കുന്നു, സഹാബാക്കൾക്ക് ലഭിച്ചതുപോലെ. അവർ ദൈവമാർഗത്തിൽ ജനങ്ങളുടെ പരിഹാസങ്ങളും കളിയാക്കലും കുത്തുവാക്കുകളും ഹൃദയത്തെ വേദനിപ്പിക്കുന്ന മറ്റു വിധങ്ങളായ ഉപദ്രവങ്ങളും ചീത്തവിളികളും തുടങ്ങിയ എല്ലാ ദുഃഖങ്ങളും സഹിക്കുന്നു, സഹാബാക്കൾ അനുഭവിച്ചതുപോലെ. അവർ അള്ളാഹുവിന്റെ വ്യക്തമായ അടയാളങ്ങളും സഹായങ്ങളും ഹിക്മത്തിൽ നിറഞ്ഞ അധ്യാപനങ്ങളും മുഖേന പരിശുദ്ധ ജീവിതം കരസ്ഥമാക്കുന്നു, സഹാബാക്കൾ കരസ്ഥമാക്കിയതുപോലെ. അവരിൽ പലരും നമസ്കാരത്തിൽ കരയുന്നു, സുജൂദിന്റെ ഇടം കണ്ണീർ കൊണ്ട് ഇറനനീക്കുന്നു, സഹാബാക്കൾ കരഞ്ഞതുപോലെ. ഞാൻ ലോകത്ത് വന്നത് ജീവിതം നൽകാനാണെന്ന അദ്ദേഹത്തിന്റെ വാദം വളരെ പ്രൗഢമായ രീതിയിൽ പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻപറ്റൽ കൊണ്ട് അല്ലാഹു തആല അദ്ദേഹം മുഖേനയും ലോകത്തിന് ജീവൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വചനങ്ങളെ മനസ്സിലാക്കുക എന്നതും ഇനി അദ്ദേഹം മുഖേനയെ സാധ്യമാകുകയുള്ളൂ. ഖുർആന്റെ ആത്മജ്ഞാനങ്ങൾ പറയുക എന്നത് അദ്ദേഹത്തിന്റെ തന്നെ പ്രവൃത്തിയാണ്. ജനങ്ങൾക്ക് ആത്മീയ ജീവിതം അദ്ദേഹം മുഖേനയാണ് ലഭിക്കുന്നത്. ഇനി അദ്ദേഹം മുഖേനയെ ലഭിക്കുകയുള്ളൂ. 1400 വർഷങ്ങൾക്ക് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണ പിൻപറ്റലിലൂടെയും സ്നേഹത്തിലൂടെയും ലയിച്ചുകൊണ്ട് സമ്പൂർണ്ണ പ്രവർത്തന മാതൃക അദ്ദേഹമാണ് സമർപ്പിച്ചത്. അതിനാൽ ഈ പ്രവർത്തനപരവും ധാർമ്മികപരവുമായ അനുഗ്രഹങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് ആക്ഷേപിക്കുന്നവർ ഇവയൊന്നും നോക്കുന്നില്ല. മുസ്ലിങ്ങളുടെ തെറ്റായ പ്രവൃത്തി കാണുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ അവർ പ്രോപ്പഗണ്ട നടത്തുന്നു. ആക്ഷേപങ്ങൾ തുരുതുര പുറത്തെടുക്കുന്നു. കഴിഞ്ഞ ദിവസം എനിക്കാരോ ഇപ്രകാരം എഴുതി, വിദ്യാസമ്പന്നനായ ഒരു ക്രിസ്ത്യാനിയോട് ഇസ്ലാമിന്റെ ശ്രേഷ്ഠമായ അധ്യാപനങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഖിലാഫത്ത് സംവിധാനവും ജമാഅത്തും ലോകത്ത് എന്തെല്ലാം സേവനങ്ങളാണ് ചെയ്യുന്നത് എന്ന് അഹമ്മദി അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചത്, നിങ്ങൾ മീഡിയയോട് എന്തുകൊണ്ട് പറയുന്നില്ല? ലോകം ഇതറിയണ്ടേ? പത്രങ്ങളിൽ എന്തുകൊണ്ട് ഇത് വരുന്നില്ല? അഹമ്മദി സുഹൃത്ത് പറഞ്ഞു, ഞങ്ങൾ പറയുന്നുണ്ട്, തബ്ലീഗ് ചെയ്യുന്നുണ്ട്, ലീഫ്ലെറ്റുകൾ ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഞങ്ങൾ വിതരണം ചെയ്യുന്നു, ബസ്സുകളിൽ പരസ്യം നൽകുന്നു, വിവിധ പ്രോഗ്രാമുകളുണ്ട്, വാർത്തകൾ നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. എന്നാൽ മീഡിയ വേണ്ടത്ര ഇതിന് കവറേജ് നൽകുന്നില്ല. എന്നാൽ അവർ ഇതിന് വിരുദ്ധമായതിനാണ് പ്രാമുഖ്യം നൽകുന്നത്. ക്രിസ്തീയ സുഹൃത്ത് ഇത് കേട്ട് പറഞ്ഞു, മീഡിയകളുടെ ആഗ്രഹം ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. എല്ലാം ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. അവർക്ക് എരിവും പുള്ളിയുമുള്ള വാർത്തകളാണ് ആവശ്യം. അത് ജനങ്ങൾ കാണുമ്പോൾ അത് കാണുകയും കേൾക്കുകയും ചെയ്യും. അതേപോലെ ഏത് ഭാഗത്തേക്കാണോ ജനങ്ങൾക്ക് താല്പര്യമുള്ളത്, ഇക്കാലത്ത് മുസ്ലിങ്ങൾക്കെതിരിൽ ഒരു പ്രത്യേകമായ ചായ്വ് ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ഇസ്ലാമിനെതിരിൽ വാർത്തകൾ നൽകാനാണ് മീഡിയകൾക്ക് താല്പര്യം. ന്യായം അദ്ദേഹം സ്വയം പറയുകയുണ്ടായി, മീഡിയക്ക് നീതിബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു, യഥാർത്ഥങ്ങളിൽ നിന്നും മുഖം തിരിക്കുന്നു. ഏതായിരുന്നാലും ഇത് അവരുടെ പ്രവൃത്തിയാണ്. എന്നാൽ ചിലർ ഇസ്ലാമിന് അനുകൂലമായി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, BBC-യുടെ ഒരു പ്രതിനിധി എന്നെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. വളരെ ദീർഘമായ ഇന്റർവ്യൂ ആണ് ചെയ്തത്. അതിന്റെ കുറഞ്ഞ ഭാഗം അവർ തങ്ങളുടെ ഡോക്യുമെന്ററിയിൽ കേൾപ്പിക്കുകയും ചെയ്തു. അത് ഇന്നലെ ഒരു പ്രാവശ്യം BBC ഏഷ്യയിൽ കാണിക്കുകയുണ്ടായി.
BBC വേൾഡ് റേഡിയോ സർവീസിൽ ശനിയാഴ്ച കേൾപ്പിക്കുന്നതാണ്. ശനിയാഴ്ച കേൾപ്പിക്കാൻ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഏതായിരുന്നാലും അതിൽ അവർ കേൾപ്പിക്കുന്നതാണ്. റേഡിയോ സർവീസാണ്, അതിനാൽ കേൾപ്പിക്കുന്നതാണ്. അതിൽ എന്റെ ഈ കാര്യവും ഉൾപ്പെടുത്തിയിരുന്നു. ഇസ്ലാമിന്റെ മനോഹര സന്ദേശം നൽകുന്ന ജമാഅത്തിൽ, അതായത് ഇതാണ് യഥാർത്ഥ ഇസ്ലാമിക സന്ദേശം എന്ന് ജനങ്ങൾ കൊള്ളുന്നു. ഇപ്പോൾ ഇതിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. അവർ നൽകുന്ന സന്ദേശമാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം എന്നവർ മനസ്സിലാക്കുന്നു. അവർ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും കുറെയൊക്കെ ഉൾപ്പെടുത്തുകയുണ്ടായി. എന്റെ ചില വാക്കുകൾ കേൾപ്പിക്കുകയും ചെയ്തു. ഇതിൽ പ്രവേശിക്കുന്നവർ ഇസ്ലാമിന്റെ ശരിയായ സന്ദേശം ഇതാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് പ്രവേശിക്കുന്നത്. ജീവൽദായകമായ ഇസ്ലാമിന്റെ ഈ സന്ദേശത്തെ അവർ കേട്ട് ഇതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. അതിനാൽ ഇസ്ലാമിന്റെ അധ്യാപനത്തിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലും ഒരു കുറവുമില്ല. മറിച്ച് ഇത് സമ്പൂർണമായ അധ്യാപനമാണ്. വല്ല ന്യൂനതയുമുണ്ടെങ്കിൽ അത് പണ്ഡിതരിലും ജനങ്ങളിലുമാണ്. പണ്ഡിതർ ജനങ്ങളെ തെറ്റായ മാർഗത്തിലേക്ക് വഴികാട്ടുന്നു. ജനങ്ങൾ തെറ്റായ മാർഗത്തിൽ ഉലമാക്കളെ പിൻപറ്റുന്നു. പ്രവാചകന്മാർ ജീവൻ നൽകുന്നവരല്ലായിരുന്നുവെങ്കിൽ മസീമാദും ഇത് വാദിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ തന്നെ വിശ്വാസം ഇല്ലാതായി തീരുമായിരുന്നു. മൃതമായ മതങ്ങൾ വെറും വാദം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജീവൻ നൽകുന്ന ഒരു കാര്യവും അവരിലില്ല. ആ മതങ്ങളെ ജനങ്ങൾ അതുകൊണ്ടാണ് കൈയൊഴിയുന്നത്. ആ മതങ്ങളുമായി ബാഹ്യമായ ബന്ധം അവർക്കുണ്ടെങ്കിലും അതിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളിൽ അള്ളാഹുവിന്റെ വലിയ ഒരു ഔദാര്യമാണ്. അവൻ ഇക്കാലത്തും ഒരു പ്രവാചകനെ അയച്ചുകൊണ്ട് തന്റെ അധ്യാപനത്തെ പുതുമയോടുകൂടി നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി. അങ്ങനെ നാം ആത്മീയ ജീവിതം കരസ്ഥമാക്കിക്കൊണ്ടേ പോകുന്നതാണ്. അള്ളാഹുവിന്റെ വരിഷ്ഠദാസർ അള്ളാഹുവിനോട് ഇപ്രകാരം വാഗ്ദാനം വാങ്ങിയാണ് വരുന്നത്. ഏതൊരു സമൂഹം അവരോടൊപ്പം അണിചേരുമോ, അവരെ യഥാർത്ഥ അർത്ഥത്തിൽ പിൻപറ്റുമോ, അവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നതാണ്. അവർക്ക് ആത്മീയ ജീവിതം ലഭിക്കുന്നതാണ്. മറ്റുള്ളവർ പരാജിതരും നിന്ദരുമായിത്തീരുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അള്ളാഹുവിന്റെ ഇതേ വാഗ്ദാനമാണുള്ളത്. അദ്ദേഹം വിജയിക്കുന്നതാണ്. അദ്ദേഹത്തെ വിശ്വസിക്കുന്നവർ പുരോഗതി കൈവരിച്ചുകൊണ്ടേ പോകുന്നതാണ് ഇൻഷാ അള്ളാഹ്. ഖിലാഫത്തിന്റെ സംവിധാനം അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുടർന്നുകൊണ്ട് പോകുന്നതാണ്. മറ്റൊരു സംവിധാനം ഇതിനെതിരിൽ വന്നാൽ അത് പരാജയപ്പെടുകയും ചെയ്യും, തകരുകയും ചെയ്യുന്നതാണ്. ഖിലാഫത്ത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനമാണ്. അത് അപഹരിച്ചെടുക്കാൻ കഴിയില്ല. അക്രമത്തിലൂടെ അത് നേടാൻ സാധ്യമല്ല. നിഷ്കളങ്കരെ ജീവനോടെ കുഴിച്ചുമൂടി അത് ലഭിക്കില്ല. അക്രമപരമായ കൊലവിളി നടത്തി ഈ സംവിധാനത്തെ പിടിച്ചെടുക്കാൻ കഴിയില്ല. ഇത് ജീവിതം നൽകുന്നതാണ്, ജീവിതം എടുക്കാനുള്ളതല്ല. അതൊന്നും തന്നെ അള്ളാഹുവിന്റെ സഹായമില്ലാതെ സാധ്യമല്ല. അതിനാൽ മറ്റൊരു സംവിധാനം അത് പിടിച്ചെടുക്കുകയാണെങ്കിൽ ദൈവസഹായത്തിന് അർഹമായിത്തീരുന്നതല്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു കാര്യം ഇവിടെ നാം ഓർക്കേണ്ടത്, അള്ളാഹുവിന്റെ വരിഷ്ഠദാസരെ അംഗീകരിക്കുന്നവർ, ജീവിതം കരസ്ഥമാക്കുന്നവർ, ജീവിതം നൽകുന്നവർ, ഇവർക്ക് ത്യാഗങ്ങൾ സമർപ്പിക്കേണ്ടതായി വരും. ദൈവ നിയോഗിതരോടൊപ്പം ചേരുന്നവർക്ക് എല്ലാവിധ ത്യാഗങ്ങളും തയ്യാറായി നിൽക്കുന്നു. കാരണം അവർക്കറിയാം അവരുടെ ത്യാഗങ്ങൾ പാഴായി പോകുന്നതല്ല. അവർക്ക് ത്യാഗത്തിന്റെ വിലയറിയാം. അതിനാൽ അവർ ഈ ഭൗതിക ജീവിതത്തെ
ചിലപ്പോൾ ആത്മീയ ജീവിതത്തിനായി ത്യാഗം ചെയ്യുന്നു. इस्लाम के वक्त में ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തും उन्होंने अपने खानदान, തങ്ങളുടെ കുടുംബത്തെയും ബന്ധുക്കളെയും कारोबार, ധനത്തെയും സമ്പത്തിനെയും കച്ചവടത്തെയും ഏതുവരെ എന്നാൽ ജീവനെ പോലും ത്യജിച്ചവർ ഉണ്ടായിരുന്നു. വിശ്വാസികൾക്ക് रिश्तेदारों की വികാരത്തിന്റെയും ബന്ധുക്കളുടെയും कुर्बानी देनी पड़ती ധനത്തിന്റെയും ത്യാഗങ്ങൾ സമർപ്പിക്കേണ്ടതായി വരുന്നു. ജീവൻ പോലും ത്യജിക്കേണ്ടതായി വരുന്നു. कुर्बान किया। തങ്ങളുടെ സർവ്വതും ത്യാഗം ചെയ്തവർ ഉണ്ടായിരുന്നു. अपनी रूहानी എന്നാൽ मौत नहीं आने दी। തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ മരണം വരിക്കാൻ അവർ തയ്യാറായില്ല. ഇന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ത്യാഗങ്ങൾ ചെയ്യുന്നവരായിട്ടുണ്ട്. വികാരങ്ങളുടെ ത്യാഗം, ധനത്തിന്റെ ത്യാഗം, ബന്ധുക്കളുടെ ത്യാഗം, ये सब कुर्बानियां खुशी से दे रहे हैं। ഇതെല്ലാം സന്തോഷത്തോടെ അവർ ചെയ്യുന്നു. जगहों पे ചില സ്ഥലങ്ങളിൽ ജീവനും ത്യജിക്കുന്നു. आज ऐसे हैं जो അഹമ്മദിയത്ത് कबूल करते हैं, സ്വീകരിക്കുന്നതോടൊപ്പം इस्लाम के हकीकी जिंदगी बख्श ഇസ്ലാമിന്റെ ജീവൻ നൽകുന്ന അധ്യാപനത്തെ സ്വീകരിക്കുന്നതോടൊപ്പം मुश्किलात और मसाइब, പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഘട്ടം അവർക്ക് തുടങ്ങുന്നു. लेकिन वो इसकी परवाह नहीं करते। എന്നാൽ ഇതൊന്നും അവർ വിലവെക്കുന്നില്ല. अपनी जिंदगी को ആത്മീയ ജീവിതത്തെ तरजीह देते हैं। ബാഹ്യമായ ജീവിതത്തെക്കാളും മുൻഗണന നൽകുന്നു. मसीह मौला सल्लल्लाहु अलैहि वसल्लम ने फरमाया, ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി ഇക്കാര്യം. വിവിധ പ്രയാസങ്ങളിലൂടെ ഇവർക്ക് പോകേണ്ടതായി വരും. എന്നാൽ അവർ അതിന് വിലവെക്കുന്നില്ല. ഇവരെ പ്രയാസങ്ങളിൽ അകപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ചിലരുടെ ഉദാഹരണങ്ങൾ കേൾപ്പിക്കാം. എത്രയോ ഉദാഹരണങ്ങളുണ്ട് ജമാഅത്തിൽ. जान की कुर्बानी नहीं, ജീവിതം कबूल की ത്യജിച്ചവരുടേതല്ല. कुर्बानी मुआशरे ഇവിടെ അഹമ്മദിയത്ത് സ്വീകരിച്ചതിന് ശേഷം വികാരങ്ങൾ ത്യാഗം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. സമൂഹത്തിൽ വളരെയധികം പ്രയാസങ്ങൾ അവർക്ക് സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അവരുടെ ഉദാഹരണമാണ് കൽപ്പിക്കുന്നത്. അഹമ്മദിയത്ത് സ്വീകരിച്ചതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിന്ന് അവർക്ക് സമ്മർദ്ദം സഹിക്കേണ്ടതായി വന്നു. एक साहब हुसामुद्दीन साहब थे, ഉസാമുദ്ദീൻ സാഹിബ് അറബിയാണ്. उन्होंने हमारे इकरमा साहब के लिए एक അദ്ദേഹം छोड़ा। നമ്മുടെ ഒരാൾക്കൊരു സന്ദേശം നൽകി. ഞാൻ കുറച്ചു വർഷം മുമ്പാണ് ബയ്യത്ത് ചെയ്തത്. रात का सामना, ഇപ്പോൾ വളരെ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. मैंने उनको तसल्ली दिलाई, പറയുന്നു, ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, मैं और मेरी बीवी ഞാനും എന്റെ ഭാര്യയും തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ടവരായിരുന്നു. തബ്ലീഗുകാരുടെ കൂടെ പോകാറുണ്ടായിരുന്നു. देखे എന്നാൽ MTA പ്രോഗ്രാം കാണാൻ തുടങ്ങിയപ്പോൾ मौला അതിലത്ത് അഖ്ദസ് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ पैगाम पर मैं ईमान ले സന്ദേശത്തിൽ ഞാൻ വിശ്വസിച്ചു. സത്യമാണെന്ന് തോന്നി. അത് ജീവിതം നൽകുന്നതാണെന്ന് മനസ്സിലായി. എന്റെ ഭാര്യ കഠിനമായി എതിർത്തു. वालों को मेरे खिलाफ भड़काया, എന്റെ വീട്ടുകാരെ എനിക്കെതിരിൽ തിരിച്ചുവിട്ടു. मौलवियों को भी मेरे खिलाफ किया। മൗലവിമാരെയും എനിക്കെതിരിലാക്കി. कहने पर मेरी बीवी മൗലവിമാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ मेरी तकफीर का അൽ അസറിൽ നിന്നും കാഫിറാണെന്ന ഫത്വയും കൊണ്ടുവന്നു. निकाह खत्म हो गया। ഞങ്ങൾ വേർതിരിഞ്ഞു. ഞങ്ങൾ നിക്കാഹ് അവസാനിച്ചു. മൗലവിമാരുടെ രീതി ഇതാണ്. मुझे बहुत प्रेशर അതിനുശേഷം छोड़ दूं, വീട്ടുകാർ ജമാഅത്ത് ഉപേക്ഷിക്കാനായി എന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഞാൻ ആരെയും വകവെച്ചില്ല. ये भी हैं, ഭാര്യയിൽ നിന്നും എനിക്ക് 4 കുട്ടികളുണ്ട്. सब कुछ छोड़ने എന്നാൽ मैं अल्लाह എല്ലാം ഉപേക്ഷിച്ച ശേഷവും അള്ളാഹുവിന്റെ ഫضലോടുകൂടി ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. ബയ്യത്തിന് ശേഷമാണ് എനിക്ക് അപരിചിതത്വം എന്താണെന്ന് മനസ്സിലായത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മ വന്നു. ഇസ്ലാം അപരിചിതമായ അവസ്ഥയിലാണ് തുടങ്ങിയത്. അത് അപരിചിതമായ അവസ്ഥയിലേക്ക് തന്നെ മടക്കപ്പെടും. അപരിചിതന്മാർക്ക് സൗഭാഗ്യം വരട്ടെ. അള്ളാഹു എന്നെ സംരക്ഷിച്ചു. कह कि मैं कभी എനിക്ക് തണലേകി. എനിക്ക് മാർഗഭ്രംശം സംഭവിക്കാതിരിക്കട്ടെ. അടിയുറച്ച് നിൽക്കാൻ കഴിയുമാറാകട്ടെ. ഇതേപോലെ തൻസാനിയയിലെ സംഭവമാണ്. വിവിധ നാടുകളിലുള്ളതാണ്. ഈസ്റ്റ് ആഫ്രിക്കയാണിത്. അവിടുത്തെ അമീർ സാഹിബ് എനിക്ക് എഴുതുന്നു, അവിടെ ഷാങ്കാ റീജനിലെ ഗ്രാമത്തിൽ തബ്ലീഗ് പരിപാടികൾക്ക് അവസരം ലഭിച്ചു. പല സ്ഥലത്തു നിന്നും പുതിയ ബയ്യത്തുകൾ ലഭിച്ചു. ഇതിലൊരു ഗ്രാമം സ്വങ്കാമിലെ എന്നാണ്. അവിടെ അനഹമ്മദികളുടെ പള്ളിയുണ്ട്. ഈ പള്ളിയിൽ നമസ്കരിക്കുന്ന അവരിൽ ഏകദേശം 90% മുസ്ലിങ്ങളും ജമാഅത്തിൽ പ്രവേശിച്ചു. और फिर इसके बाद तंजानिया में गैर अहमदियों की തൻസാനിയയിൽ മുസ്ലിങ്ങളുടെ ഒരു സംഘടന ബക്വാട്ട ഉണ്ട്. അത് മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് എന്നാണ് പറയപ്പെടുന്നത്. कर दी,
അവർ ശക്തമായി എതിർത്തു. उन्होंने अहमदियों को डराया था ആദ്യം അഹമ്മദികളെ ഭീഷണിപ്പെടുത്തി. और क्योंकि इन्होंने यहाँ फौरी तौर पर मोहल्लों में भेज दिया था ताकि അമീർ സാഹിബ് ഉടനെ അവിടേക്ക് ഒരു മുഅല്ലിമിനെ അയച്ചിരുന്നു. തർബിയത്ത് നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹം की तालीम का इल्म उनको हो गया। തർബിയത്ത് ചെയ്തതിന്റെ ഫലമായിട്ട് അവരിൽ വിശ്വാസം വർദ്ധിച്ചു. ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനം അവർക്ക് മനസ്സിലായി. അതിൽ ആരെയും അവർ ഉകച്ചില്ല, ഭീഷണിക്ക് വഴങ്ങിയില്ല. എതിരാളികൾ പള്ളിയിൽ നമസ്കരിക്കരുതെന്ന് പറഞ്ഞു, വിലക്കി. ഇവർ നമസ്കരിക്കുവാൻ മറ്റൊരു ഇടം കണ്ടെത്തി. अमीर का फैसला किया। അവിടെ പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ചു. नया रुख അതിനുശേഷം जो जिली इंसान എതിർപ്പ് പുതിയ വഴി അന്വേഷിച്ചു. അവിടുത്തെ ജില്ലാ ഭരണകൂടത്തെയും പോലീസിനെയും ഉപയോഗിച്ചു. मुसलमान था। പോലീസ് ഓഫീസർ സുന്നിയായിരുന്നു. അയാളും ബക്വാട്ട സംഘടനയുമായി ചേർന്ന് गांव के नौ अहमदियों को ഗ്രാമത്തിലെ നവ അഹമ്മദികളെ പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചു. साहब समेत 2 आदमियों को മുഅല്ലിം സാഹിബ് ഉൾപ്പെടെ 2 പേരെ അറസ്റ്റ് ചെയ്തു. फिर छोड़ भी दिया। कुछ वक्त के बाद കുറച്ചു കഴിഞ്ഞപ്പോൾ വിട്ടയച്ചു. चंद दिनों के കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം भी हमारे और മുഅല്ലിം സാഹിബിനെയും 4 അഹമ്മദികളെയും അറസ്റ്റ് ചെയ്തു. यही था कि मुकदमा करेंगे। കേസ് രജിസ്റ്റർ ചെയ്യുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശ്യം. പല രീതിയിലുള്ള ആരോപണങ്ങളും അഹമ്മദികൾക്കെതിരിൽ ഉന്നയിച്ചു. इसलिए अपनी लेग मस्जिद ഇവര് ഞങ്ങളുടെ പള്ളിക്ക് തീയിടാനാണ് വന്നത്, അതിനാലാണ് അവർ പുതിയ പള്ളി ഉണ്ടാക്കുന്നത്, ഇവർ വിഭാഗീയത ഉണ്ടാക്കുന്നു, തങ്ങളുടെ സമാധാനം നശിപ്പിച്ചു കളഞ്ഞു. ഇവർ സ്വയം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അഹമ്മദികൾക്കെതിരിൽ ആരോപിക്കുകയുണ്ടായി. എന്നാൽ അള്ളാഹു ഫദൽ ചെയ്തു. ഇവരെല്ലാവരും അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആരെയും അവർ വകച്ചില്ല. വലിയ പ്രയാസത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. तीसरी मिसाल देता हूँ। ये മൂന്നാമത്തെ ഉദാഹരണം था ये वेस्ट अफ्रीका ആദ്യം ഈസ്റ്റ് ആഫ്രിക്കയുടെ ഇപ്പോൾ വെസ്റ്റ് ആഫ്രിക്കയുടെ ഉദാഹരണം കേൾപ്പിക്കാം. ബുർക്കിനോ ഫാസോ ഫ്രഞ്ച് പ്രദേശമാണ്. कार्गो जगह है। ഇവിടെ ഗൻസാർഗോ എന്ന ഒരു സ്ഥലമുണ്ട്. पिछले साल കഴിഞ്ഞ വർഷം 500 बैठे हुए അവിടെ 500 ബയ്യത്തുകൾ നടന്നു. चीफ और इमाम भी ഗ്രാമത്തലവനും അതിൽ പങ്കെടുത്തിരുന്നു. करीबी रिश्तेदार थे दूसरे गांव അവരുടെ ബന്ധുക്കൾ അടുത്ത ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. में मुखालफत शुरू कर दी। അവർ എതിർക്കാൻ തുടങ്ങി. സോഷ്യൽ ബൈക്കാട്ട് നടത്തി. जो लेन സലാം പറയലും പരസ്പരം ബന്ധപ്പെടലും ഇടപാടുകളും എല്ലാം നിർത്തി. एक छोटी सी वहाँ जगह थी उस അവിടെ ചെറിയൊരു സ്ഥലമുണ്ടായിരുന്നു. नया गांव में ആ ഗ്രാമത്തിൽ जहाँ नमाज पढ़ा करते थे वहाँ नमाज पढ़ने पर पाबंदी लगा दी। അവിടെയാണ് അവർ നമസ്കരിച്ചിരുന്നത്. നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വിലക്കി. എതിർപ്പുകൾ फजल से अब ये दूर ശക്തമാക്കിക്കൊണ്ടിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ ഫضലിനോടുകൂടി സ്ഥിരചിത്തത കാണിച്ചു. ദൂരെ ദൂരെ ദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇവർ. നിരക്ഷരരാണെന്നാണ് ഇവരെ കുറിച്ച് പറയപ്പെടാറുള്ളത്. कायम रहे। अल्लाह ഒരു എതിർപ്പിനെയും അവർ വകവെച്ചില്ല. അവരുടെ വിശ്വാസത്തെ സുരക്ഷിതമാക്കി വെച്ചു. ഇപ്പോൾ അവസ്ഥ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഈ എതിർപ്പുകളിലൂടെ എല്ലാവർക്കും കഴിഞ്ഞു കടന്നു പോകേണ്ടതായി വരും. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ പഴയകാല ചരിത്രം ഞാൻ കേൾപ്പിച്ചിട്ടില്ല എത്രയോ ഉദാഹരണങ്ങളുണ്ട്. कि अल्लाह ताला പുതിയ ഉദാഹരണങ്ങൾ നൽകാൻ കാരണം അള്ളാഹു फजल से എന്തുമാത്രം വേഗത്തിൽ തന്റെ ഫضലോടുകൂടി मान भरता है। और ഹൃദയത്തിൽ വിശ്വാസം നിറക്കുന്നു എന്ന് കാണിക്കാനാണ്. बात ये हर कुर्बान അതിനുശേഷം ഇവർ എല്ലാത്തരം ത്യാഗങ്ങൾക്ക് സന്നദ്ധരാകുന്നു. दुनिया के मुख्तलिफ ममालिक में ലോകത്ത് വിവിധ നാടുകളിൽ जो അഹമ്മദിയത്തിന്റെ की इस्लाम के पैगाम को യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം മനസ്സിലാക്കി का सम्मान कर തങ്ങളുടെ ആത്മീയ ജീവിതത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. ये काम ഈ പ്രവൃത്തി मदद के और हो അള്ളാഹുവിന്റെ സഹായമില്ലാതെ ചെയ്യാൻ കഴിയുകയില്ല. हिम्मत से हो सकता है। अल्लाह ताला की मदद അള്ളാഹുവിന്റെ നിയോഗിതർക്ക് हाल होती है। അവന്റെ സഹായം ലഭിക്കുന്നതാണ്. അപ്പോഴാണ് ഈ പ്രവർത്തികൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത്. हमारे मुबल्लिगीन നമ്മുടെ മുബല്ലിഗുമാർക്കോ वही कर सकते ജമാഅത്തിന്റെ സംവിധാനത്തിനോ अल्लाह ताला की അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഇത് ചെയ്യാൻ കഴിയുകയില്ല. ताईदाती हैं ഈ സഹായങ്ങളാണ് करने के लिए तैयार कर ജനങ്ങളെ ത്യാഗത്തിനായി തയ്യാറാക്കുന്നത്, അവർക്ക് സ്ഥിരചിത്തത പ്രദാനം ചെയ്യുന്നത്. पाकिस्तानी भी हैं പല പാകിസ്ഥാനികളും അഹമ്മദിയത്ത് സ്വീകരിക്കുന്നവരായിട്ടുണ്ട്. मुख्तलिफ जगहों पर വിവിധ നാടുകളിൽ അവരുമായി മുലാഖാത്ത് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോട് का सामना करना पड़ेगा। ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വരും എന്നും പാകിസ്ഥാനിൽ പോകാൻ പറ്റാതെ വരുന്ന അവസ്ഥ ഉണ്ടാകുമെന്നും പോയാൽ തന്നെയും പ്രയാസങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അടിയുറച്ചു നിൽക്കുന്നതാണ്.
ये तो दुनिया का भी तरीक है ലോകത്ത് നാം കാണുന്നത് ഈ ഒരു നിയമമാണ്. कि ലോകത്തുള്ള രീതിയും ഇതാണ്. मकसद के हसूल അതായത് ഏതെങ്കിലും ലക്ഷ്യം നേടാനായി ये कुर्बानी की देनी പ്രയത്നിക്കേണ്ടതായി വരും, ത്യാഗങ്ങൾ സമർപ്പിക്കേണ്ടതായി വരും. के लिए വലിയ ലക്ഷ്യം കരസ്ഥമാക്കാൻ देनी पड़ती है। വലിയ ത്യാഗങ്ങൾ സമർപ്പിക്കേണ്ടതായി വരും. बस दायमी रूहानी जिंदगी के അതിനാൽ സ്ഥായിയായ ആത്മീയ ജീവിതത്തിനായി ത്യാഗങ്ങൾ साथ साथ चलती हैं। ഒപ്പത്തിനൊപ്പം ചെയ്യേണ്ടതായി വരും. എന്നാൽ അള്ളാഹു ചില സന്ദർഭങ്ങളിൽ तैयार रहने वालों को എല്ലാ ത്യാഗങ്ങൾക്കും തയ്യാറായിരിക്കുന്നവർക്ക് इस कदर नवाज ത്യാഗങ്ങളില്ലാതെ തന്നെ വലിയ ഔദാര്യം ചെയ്യുന്നു. അത് കാണുമ്പോൾ മനുഷ്യൻ അത്ഭുത സ്തബ്ധനായി തീരുന്നു. दफा മനുഷ്യൻ ചിലപ്പോൾ ताला की सिफात അള്ളാഹുവിന്റെ സിഫത്തുകളെ अपनी इस्तेदाद के मुताबिक തങ്ങളുടെ കഴിവനുസരിച്ച് नमूना ചെറിയ ചെറിയ രീതിയിൽ नहीं कोशिश करता है അതിന്റെ മാതൃക പ്രകടിപ്പിക്കാൻ ശ്രമിച്ചാൽ തന്റെ മാതൃക പ്രകടിപ്പിച്ചുകൊണ്ട് दूसरे इंसानों को മറ്റുള്ളവർക്ക് കരുണ ചെയ്യാൻ കഴിയുമെങ്കിൽ जो बड़ा दयालु है ദയാലുവായ അള്ളാഹു उसे भी बेशुमार फल लगाता നീയത്തുകൾക്കും വലിയ ഫലം है। നൽകുന്നു. नवाजने की तो അവൻ നൽകുന്നതിന് അറ്റമില്ല. इंसान की कुर्बानी ഭൗതികമായി മനുഷ്യൻ നൽകുന്നതിനുള്ള बहुत से लोग ത്യാഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഉദാഹരണങ്ങൾ നൽകാറുണ്ട്. പലരും ഈ കഥ കേട്ടിട്ടുണ്ടാകും. ഇറാനിൽ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ മന്ത്രിയുടെ കൂടെ ഒരു കർഷകന്റെ അടുത്തുകൂടെ കടന്നുപോയി. അപ്പോൾ ആ उम्र के लिहाज से वो ऐसे हिस्से में था വൃദ്ധൻ ഒരു വൃക്ഷം നടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ कोई फायदा नहीं ഈ वृക്ഷം ഇദ്ദേഹത്തിന് ഒരിക്കലും ഫലം നൽകുമായിരുന്നില്ല. पूछा അപ്പോൾ രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വൃക്ഷം നടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളത്? അദ്ദേഹം മറുപടി നൽകി, മുമ്പുള്ളവർ നട്ട വൃക്ഷത്തിൽ നിന്നാണ് നാം ഇന്ന് ഭക്ഷിക്കുന്നത്. और जो हम लगाएंगे നാം നടന്ന വൃക്ഷത്തിൽ നിന്ന് नस्लें खाएंगी। വരും തലമുറ ഭക്ഷിക്കുന്നതാണ്. दूर था कि जब രാജാവിന്റെ രീതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വല്ല കാര്യം ഇഷ്ടപ്പെട്ടാൽ ഉടനെ അദ്ദേഹം സിഹ് എന്ന് പറയും. ये इशारा ഉടനെ മന്ത്രി സമ്മാനം നൽകും. किसान की ये बात सुनकर बादशाह കർഷകന്റെ ഈ കാര്യം കേട്ട് രാജാവ് സിഹ് എന്ന് പറഞ്ഞു. खुशियों की एक थैली മന്ത്രി അദ്ദേഹത്തിന് ഒരു പണക്കിഴി നൽകി. किसान ഈ പണക്കിഴി കയ്യിലെടുത്ത് കർഷകൻ പറഞ്ഞു, ने तो लगाते लगाते ഈ വൃക്ഷം ഞാൻ നട്ടതേയുള്ളൂ, അപ്പോഴേക്ക് ഫലം നൽകുകയുണ്ടായി. क्या होगा इसका भी फायदा शुरू हो गया। ഇനി ये बात फिर എന്ത് സംസാരിക്കാനാണ്? लगी രാജാവിന് ഈ കാര്യം വളരെ ഇഷ്ടപ്പെട്ടു. സിഹ് എന്ന് പറഞ്ഞു. മന്ത്രി വീണ്ടും ഒരു പണക്കിഴി നൽകി. उसने कहा അപ്പോൾ ആ കർഷകൻ പറഞ്ഞു, तैयार होता है और വൃക്ഷം വലുതാകാൻ പല വർഷങ്ങളെടുക്കും. അത് ഒരു പ്രാവശ്യമാണ് വർഷത്തിൽ ഫലം നൽകുക. എന്റെ വൃക്ഷം നട്ടതേയുള്ളൂ, അപ്പോഴേക്കും 2 പ്രാവശ്യം ഫലം നൽകി. അപ്പോൾ രാജാവ് സി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് പോകാം, ഈ വൃദ്ധൻ നമ്മെ കാലിയാക്കും. ये तो दुनियावी बादशाहों का हाल है ഇതാണ് ഭൗതിക രാജാക്കന്മാരുടെ അവസ്ഥ. जहाँ इनामों से नवाजते हैं അവർ സമ്മാനങ്ങൾ നൽകുമ്പോൾ खजाने खाली होने का भी उनको डर रहता ഖജനാവ് കാലിയാകുമോ എന്ന ഭയം അവർക്കുണ്ടാകുന്നു. है। लेकिन എന്നാൽ खुदा നമ്മുടെ ദൈവം वो इनाम देता है और देता സമ്മാനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. है जो कभी നൽകുന്നതിൽ ഒരു തടസ്സവുമില്ല. അതൊരിക്കലും അവസാനിക്കുകയില്ല. ആത്മീയ ജീവിതം നൽകുന്നതിന് ശേഷം സ്ഥായിയായ ജീവിതം നൽകുന്നു. അതിലും भी जिंदगी में भी इनाम देता चला जाता है। പാരത്രിക ജീവിതത്തിലും പാരിതോഷികം നൽകുന്നു. അത് വർദ്ധിപ്പിച്ചുകൊണ്ടേ പോകുന്നു. के लिए ഇത് കരസ്ഥമാക്കാനായി बूढ़ा किसान कुर्बानी कर रहा ആ വൃദ്ധനായ കർഷകൻ करनी पड़ती है। കഠിന പ്രയത്നം ചെയ്തതുപോലെ നാമും കഠിന പ്രയത്നം ചെയ്യേണ്ടതായിരിക്കുന്നു. അങ്ങനെയുള്ള ത്യാഗങ്ങളുടെ പെട്ടെന്നുള്ള ഫലം നമുക്ക് കാണാൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ അതിന്റെ പിന്നിൽ വലിയ വലിയ ഫലങ്ങൾ പിന്നീടുണ്ടാകും. इसी असूल പ്രവാചകന്മാരുടെ സമൂഹം ഈ രീതിയിലുള്ള ത്യാഗങ്ങളാണ് ചെയ്യുന്നത്. അവരും അവരുടെ ജമാഅത്തും ലോകത്ത് വിജയിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. മറ്റുള്ളവരെ അള്ളാഹു നിന്ദ്യരും നികൃഷ്ടരുമാക്കി മാറ്റുന്നതാണ്. इस्लाम के हवाले ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹവാരികളിൽ എന്തെന്തെല്ലാം അക്രമങ്ങളാണ് അഴിച്ചുവിടപ്പെട്ടത്. ഏകദേശം 3 നൂറ്റാണ്ട് വരെ അവരിൽ അതികഠിനമായ അക്രമങ്ങളാണ് ചെയ്യപ്പെട്ടത്. എന്നാൽ ക്ഷമയോടുകൂടി അവർ ആ അക്രമങ്ങളെല്ലാം हत्ता के तीसरी सदी സഹിച്ചുകൊണ്ട് മുന്നേറി. എത്രമാത്രമെന്നാൽ 3-ാം നൂറ്റാണ്ടിൽ റോമിലെ രാജാവ് ക്രിസ്തുമതം സ്വീകരിച്ചു. അപ്പോഴാണ് അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. रात के दौर में गारों में छुपकर भी गुजारा किया। बस जिस ഈ പ്രയാസത്തിന്റെ കാലത്ത്
അവർ ഗുഹകളിൽ ഒളിച്ചിരുന്നും ജീവിതം കഴിച്ചുകൂട്ടി. അതിനാൽ ക്രിസ്ത്യാനികൾ പർവ്വതങ്ങളുടെ ഗുഹകളിൽ ഒളിച്ചിരുന്ന് കൊണ്ട് തങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുകയുണ്ടായി. തങ്ങളുടെ ആത്മീയ ജീവിതം സംരക്ഷിക്കുന്നതിനായി പാറകളുടെ പിന്നിൽ പോയി ഒളിച്ചു. കാരണം ഒരു കാലത്ത് ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന ദൃഢവിശ്വാസം ഉണ്ടായിരുന്നു. ഇതേപോലെ ഇന്ന് മുഹമ്മദി മസീഹിന്റെ അനുയായികൾ അവരെക്കാളും കൂടുതൽ ശക്തമായ വിശ്വാസം ഉള്ളവരാണ്. അതായത് പ്രയാസങ്ങളുടെ കാലഘട്ടത്തിൽ നാമും നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തേണ്ടതാണ്. വിജയം തീർച്ചയായും നമ്മുടേതായിരിക്കും. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ കുടിപ്പിച്ച ജീവജലത്തിൽ നിന്നും പ്രയോജനം അടയേണ്ടത് നാമാണ്. ക്രിസ്ത്യാനികൾ പാറകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന് തങ്ങളുടെ വിശ്വാസങ്ങളെ സംരക്ഷിച്ചു, ത്യാഗങ്ങൾ സമർപ്പിച്ചു. നാം നമ്മുടെ വിശ്വാസത്തെ ഉറച്ച പാറകൾ പോലെ ഉറപ്പിക്കേണ്ടതാണ്. ഇത് തെളിയിച്ച് കാണിക്കുകയും വേണം. എന്നാൽ മാത്രമേ അനുഗ്രഹങ്ങൾ എപ്പോഴും നിലനിൽക്കുകയുള്ളൂ. അപക്വമായ വിശ്വാസങ്ങൾ മുമ്പും ഉണ്ടായിരുന്നു, പലരിലും ഇന്ന് ഉണ്ട് താനും. നാം തെളിയിക്കേണ്ടത് ദൈവനിയോഗിതന്റെ പ്രവൃത്തി പുതുജീവം നൽകുന്നതാണ് എന്നാണ്. വിശ്വാസത്തെ ദൃഢപ്പെടുത്തുക എന്നതാണ്. അത് എല്ലാ അവസ്ഥയിലും നമ്മിൽ ഉണ്ടാകേണ്ടതാണ്. ഈ അവസ്ഥ പ്രകടമാകുന്നത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ വിജയം സുനിശ്ചിതമാണ് എന്നുള്ള ദൃഢവിശ്വാസം ഉണ്ടാകുമ്പോഴാണ്. ജമാഅത്ത് അംഗം എന്ന നിലയിൽ ഈ വിജയത്തിൽ താനും പങ്കുവഹിക്കണം എന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ലോകത്തിന്റെ മോചനം ഞാൻ മുഖേനയാണ് ഉണ്ടാവുക. ഇതിനായി എന്റെ ഭാഗം ഞാൻ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. എല്ലാ പ്രയാസങ്ങളും ഉണ്ടായിട്ട് കൂടി ഞാൻ എന്റെ ജീവിതത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടതാണ്. അതേപോലെ ലോകരുടെ ജീവിതത്തിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യേണ്ടതാണ്. കാരണം ഇതല്ലാതെ ലോകത്തിന് ജീവൻ നൽകാൻ മറ്റൊരു വഴിയുമില്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വിജയങ്ങളെക്കുറിച്ച് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പറയുന്നു, പ്രിയജനങ്ങളെ, ഞാൻ ഈ പറയുന്നത് ആകാശഭൂമികളുടെ കർത്താവായ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു പ്രവചനമാണെന്ന് ധരിച്ചുകൊള്ളുവിൻ. ആ സർവേകനാഥൻ എന്റെ അനുചര സംഘത്തെ എല്ലാ രാജ്യങ്ങളിൽ വ്യാപിക്കുമാറാക്കുകയും അവരെ യുക്തിവാദങ്ങളും ന്യായപ്രമാണങ്ങളും മുഖേന മറ്റെല്ലാവരുടെയും മേൽ വിജയിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ പ്രബോധിപ്പിക്കുന്ന ഈ വിശ്വാസതത്വങ്ങൾ മാത്രം ഭൂമുഖത്ത് ആദരപൂർവ്വം ആചരിക്കപ്പെടുമാറാകുന്ന ആ കാലം ഇതാ വരുന്നു. അല്ല, ആ കാലം അത്യാസന്നമായിരിക്കുന്നു. ദൈവം ഈ വിശ്വാസത്തെയും ഈ പ്രസ്ഥാനത്തെയും അത്ഭുതകരമായ തരത്തിൽ അനുഗ്രഹീതമാക്കുകയും ഇതിനെ നശിപ്പിക്കാൻ ആലോചിക്കുന്നവരുടെ ഉദ്ദേശം വിഫലമാക്കി തീർക്കുകയും ചെയ്യും. ഇതിന് ലഭ്യമാകുന്ന വിജയം ശാശ്വതമായിരിക്കുന്നതും ഇതിന് സിദ്ധിക്കുന്ന മേന്മ ലോകാവസാനം വരെ നിലനിൽക്കുന്നതുമായിരിക്കും. ഇപ്പോൾ ഞാൻ പരിഹസിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു തരക്കേടുമില്ല. എന്തെന്നാൽ പരിഹാസത്തിൽ ലക്ഷ്യമാകാതിരുന്ന ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല. ആകയാൽ വാഗ്ദത്ത മസീഹും പരിഹസിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. യാ ഹസ്രത്തൻ ഇബാദി മാ യഅതീഹും മിൻ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. മനുഷ്യർക്ക് അഹോ കഷ്ടം, അവർ പരിഹസിക്കാത്ത ഒരു പ്രവാചകനും അവരുടെ അടുക്കൽ വരുന്നില്ല എന്നും ഖുർആൻ പറയുന്നുവല്ലോ. ഓരോ പ്രവാചകനും പരിഹാസത്തിനും ആക്ഷേപത്തിനും ലക്ഷീഭവിക്കുമെന്നത് ദൈവികമായുള്ള അടയാളമാണ്. എന്നാൽ എല്ലാ ജനങ്ങളും കാണുകയും മലക്കുകൾ സമേതം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരാളെ ആരെങ്കിലും പരിഹസിക്കാൻ മുതിരുമോ? ഈസാ നബിയെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇല്ല, ഒരിക്കലുമില്ല. ആകയാൽ വാഗ്ദത്ത മഹ്ദി മസീഹ് ആകാശത്ത് നിന്ന് അവതരിക്കുമെന്നത് ഒരു മിഥ്യാവിചാരമാണെന്ന പ്രസ്തുത പ്രമാണത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നതാണ്. ആകാശത്ത് നിന്ന് ആരും ഒരിക്കലും ഇറങ്ങി വരികയില്ലെന്നത് നിങ്ങൾ നല്ലവണ്ണം ഓർത്തുകൊള്ളുവിൻ. ഇന്ന് ജീവിച്ചിരിക്കുന്ന എന്റെ വിരോധികളെല്ലാവരും തങ്ങളിൽ ആരും ഈസബിന് മറിയം ആകാശത്ത് നിന്ന് ഇറങ്ങുന്നത് കാണാതെ തന്നെ മരിച്ചൊടുങ്ങും. പിന്നെ ശേഷിക്കുന്നവരുടെ സന്തതികളും ഇബ്നു മറിയം ആകാശത്ത് നിന്ന് ഇറങ്ങുന്നത് കാണാതെ തന്നെ മരണമടയും. അതിൽ പിന്നെ ആ സന്തതികളുടെ സന്തതികളും മരിച്ചു തീരും. എന്നാൽ അവരും മറിയമിന്റെ പുത്രൻ ആകാശത്ത് നിന്നും ഇറങ്ങുന്നത് കാണുകയില്ല.
അപ്പോൾ ഈ വിശ്വാസവും പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നവരുടെ ഹൃദയത്തിൽ പരിഭ്രമം ജനിക്കും. കാരണം അന്ന് ക്രൂശിന്റെ മേധാവിത്വകാലം കഴിഞ്ഞു പോവുകയും ലോകം ഒരു നവീന ഘട്ടത്തിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ മറിയമിന്റെ പുത്രൻ ഈസ അതുവരെയും ആകാശത്ത് നിന്ന് ഇറങ്ങിയിരിക്കുകയില്ല. തദവസരത്തിൽ ചിന്താശീലർ ഇത്തരം വിശ്വാസത്തെ പാടെ വെറുത്തു തുടങ്ങും. ഇങ്ങനെ ഇന്നു മുതൽ 3 നൂറ്റാണ്ട് പൂർണ്ണമാകുന്നതിന് മുമ്പേ തന്നെ ഈസയെ കാത്തിരിക്കുന്നവർ മുസ്ലിങ്ങളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ എല്ലാവരും അദ്ദേഹത്തിന്റെ ആഗമനത്തെക്കുറിച്ച് നിരാശപ്പെടുകയും തീരെ മനമെടുത്ത് ഈ മിഥ്യാവിശ്വാസത്തെ പരിത്യജിക്കുകയും ചെയ്യും. പിന്നെ ലോകത്ത് ഒരേ മതവും ഒരേ നേതാവും മാത്രമായിരിക്കും. ഞാൻ ഒരു ബീജാപാപം ചെയ്യാനാണ് വന്നത്. ആ ബീജം എന്റെ കൈയാൽ വിതക്കപ്പെട്ടിരിക്കുകയാണ്. അതിനി വളർന്നു വരികയും യഥാകാലം പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഇതിനെ തടുക്കുക ആരാലും സാധ്യമല്ല. ഇന്ന് ഞാൻ കത്തുകൾ പരിശോധിക്കുകയായിരുന്നു. ഒരു സ്ഥലത്ത് നമ്മുടെ കുട്ടികൾ ലീഫ്ലെറ്റ് വിതരണം ചെയ്യാനായി പോയി. ജർമ്മനിയിലാണെന്ന് തോന്നുന്നു, അതല്ല മറ്റേതെങ്കിലും നാട്ടിലോ എന്നെനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ യൂറോപ്യൻ നാടുകളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ്. ഒരു സ്ഥലത്ത് പോയി നോട്ടീസ് വിതരണം ചെയ്യുകയായിരുന്നു. അതിൽ ഈസാ മസീഹ് വന്നു എന്നാണ് വിഷയമുണ്ടായിരുന്നത്. അവിടെ വീടിന് മുമ്പിൽ 2 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ വിഷയമാണ് ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈസ ആകാശത്ത് നിന്നും വരികയാണെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ല? ഇനി വരില്ലെങ്കിൽ ആരാണ് പകരം വരിക? എപ്പോൾ വരും? ഭൂമിയിൽ നിന്നാണെങ്കിൽ ഈ ചർച്ചയ്ക്കിടെയാണ് നിങ്ങൾ നോട്ടീസ് കൊണ്ടുവന്നത്. ഈസ അലൈഹിസ്സലാം വന്നിരിക്കുന്നു, മസീഹ് മൗദ് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ നോട്ടീസിൽ പറയുന്നു. നിങ്ങളുടെ ഒരു പ്രോഗ്രാമുണ്ട്, എക്സിബിഷനും ഉണ്ട്. അതിന്റെ ക്ഷണക്കത്ത് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ തീർച്ചയായും വരുന്നതാണ്. ഈ രീതിയിൽ അള്ളാഹു പുതിയ വഴികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ സ്വയം ഇതിട്ട് കൊടുക്കുന്നു. ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നവർ പ്രേരണ നൽകുന്നു. നാം എപ്പോഴും പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഈ വൃക്ഷത്തിന്റെ ഭാഗമാക്കി തീരുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വിശ്വാസം സുശക്തമായ പാറ പോലെ ഉറച്ചു നിൽക്കുന്നതായി തീരട്ടെ. നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എപ്പോഴും നിറവേറ്റുന്നവരായി തീരട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله